നമസ്കാരം. ആയുർ ജീവിതത്തിലേക്ക് സ്വാഗതം. വളരെ ജനകീയമായ മൈദ എന്ന ഭക്ഷ്യവിഭവത്തെ പറ്റിയാണ് ആയുർ ജീവിതത്തിൽ ഇന്ന് സംസാരിക്കുന്നത്. അടുത്ത കാലത്ത് വിവാദങ്ങളിൽ അകപ്പെട്ട ഒരു ഭക്ഷ്യവസ്തുവാണ് മൈദ. ഗോതമ്പിൽ നിന്നാണ് മൈദ ഉൽപ്പാദിപ്പിക്കുന്നത്. തവിട് കളഞ്ഞ ഗോതമ്പ് നന്നായി പൊടിച്ച് ബ്ലീച്ച് ചെയ്ത് നിറം മാറ്റിയെടുക്കുന്നു. അതിനുശേഷം രാസപ്രക്രിയയിലൂടെ തന്നെ ഇത് മൃദുത്വം വരുത്തുന്നു. നമുക്ക് പ്രിയങ്കരങ്ങളായ പല ആഹാരങ്ങളുടെയും അടിസ്ഥാന വസ്തു മൈദയാണ്. ധാന്യമണിയുടെ ഘടന അറിഞ്ഞു കഴിഞ്ഞാൽ മൈദയുടെ ഗുണദോഷങ്ങൾ മനസ്സിലാവും. ഒരു ധാന്യത്തിന് 3 ഭാഗങ്ങളാണുള്ളത്. ഏറ്റവും പുറത്തെ തവിട് അല്ലെങ്കിൽ ബ്രാൻ. ഇതിലാണ് സൂക്ഷ്മ പോഷകങ്ങളായ വൈറ്റമിൻ ബിയും ഇയും സിങ്കും സെലേനിയവും മറ്റുമുള്ളത്. ഇത് ശരീരത്തിന് വളരെ ആവശ്യമുള്ള ഘടകങ്ങളാണ്. മറ്റൊരു ഭാഗമാണ് ജേം അല്ലെങ്കിൽ അങ്കുരം. ധാന്യത്തിൽ നിന്നും അടുത്ത ചെടി മുള പൊട്ടുന്നത് അങ്കുരത്തിൽ കൂടിയാണ്. ഇതിൽ പ്രോട്ടീനിൻ്റെ അംശം ഉണ്ട്. മൂന്നാമത്തെ ഭാഗമാണ് എൻഡോസ്പേം അല്ലെങ്കിൽ സ്റ്റാർച്ചിൻ്റെ ആധിക്യമുള്ള ഭാഗം. ഈ 3 ഭാഗങ്ങളിൽ അങ്കുരവും ബ്രാനും അല്ലെങ്കിൽ തവിടുമാണ് ഏറ്റവും മനുഷ്യ ശരീരത്തിന് ഹിതമായിരിക്കുന്നത്. ആരോഗ്യകരമായ ഈ 2 ഭാഗങ്ങളും നാം മൈദയിൽ ഉപേക്ഷിക്കുന്നു. ഇത് രണ്ടും നീക്കം ചെയ്തെടുക്കുന്ന സ്റ്റാർച്ചിൻ്റെ ഭാഗമാണ് മൈദ. ഇത് ഗ്ലൈസെമിക് ഇൻഡെക്സ് വളരെ കൂടുതലാണ്. ഇത് ശരീരത്തിന് അമിതമായ ഊർജ്ജം പ്രദാനം ചെയ്യും. ഈ ഊർജ്ജം വിനിയോഗിച്ചില്ലെങ്കിൽ ഇത് ജീവിതശൈലി രോഗങ്ങളിലേക്ക്, പ്രധാനമായും പ്രമേഹത്തിലേക്ക് നയിക്കും. ഗോതമ്പിൻ്റെ ഇളം റോസ് നിറം കളയാനായി ബെൻസൈൽ പെറോക്സൈഡ് എന്ന വസ്തു ഉപയോഗിച്ച് ബ്ലീച്ച് ചെയ്യുന്നു. ബ്ലീച്ച് ചെയ്തതിന് ശേഷം ഇതിന് മൃദുത്വം വരുത്തുവാനായി മറ്റ് ചില രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നു. അതിൽ തന്നെ അലോക്സാൻ എന്ന അപകടകാരിയായ ഒരു രാസവസ്തു ഇതിൽ ഉപയോഗിക്കുന്നതായി ആരോപണമുണ്ട്. പാൻക്രിയാസിലെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റാ കോശങ്ങൾക്ക് കേടുവരുത്തുന്നതായി ആരോപണമുള്ള ഒരു രാസവസ്തുവാണ് അലോക്സാൻ. വ്യായാമം കുറവുള്ള വ്യക്തികൾ മൈദ അടങ്ങിയ ഭക്ഷ്യവസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കേണ്ടിയിരിക്കുന്നു. വല്ലപ്പോഴും മൈദ ഉപയോഗിച്ചുള്ള ആഹാരം കഴിക്കുന്നതിൽ കുഴപ്പമില്ല. അധ്വാനം കുറഞ്ഞവരും വ്യായാമം കുറവുള്ളവരും മൈദ നിരന്തരം കഴിക്കാതിരിക്കുകയാണ് ഉചിതം. ഫൈബർ ഇല്ലാത്തതിനാൽ നാം കഴിക്കുന്ന ആഹാരത്തിലെ കൊഴുപ്പ് കൂടുതലായി ശരീരം വലിച്ചെടുക്കും. അപ്പോൾ ഹൃദയാരോഗ്യത്തിന് ഹാനികരമായ LDLും ട്രൈഗ്ലിസറൈഡും കൂടുതൽ ശരീരത്തിൽ ആഗിരണം ചെയ്യുവാനും മൈദയ്ക്ക് കഴിയും. അതുകൊണ്ട് മൈദയുടെ ഉപയോഗം വളരെ യുക്തിപൂർവവും വിവേകപൂർവവും വേണം. ഇനി മറ്റൊരു വിഷയവുമായി ആയുർ ജീവിതത്തിൽ വീണ്ടും കാണാം. നന്ദി.